ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മീനൊക്കെ കട്ടിങ് വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളായിരുന്നു കേട്ടോ. നമുക്കിന്ന് നല്ല ഫ്രഷ് ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂര കട്ടിങ് വീഡിയോ നോക്കിയാലോ. ഞാൻ എങ്ങനെയാണ് ചൂര കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് അതിൻ്റെ ചെകളുടെ ഭാഗത്തുള്ള മുള്ള് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിൻ്റെ കുറുക്കിൻ്റെ ഭാഗത്തുള്ള മുള്ളും അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കുറുക്കിൻ്റെ ഭാഗത്തുള്ള മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വലിയ ചൂര മീനായിട്ട് അതിൻ്റെ കുറുക്കിൻ്റെ ഭാഗത്തുള്ള മുള്ള് കുറച്ച് മുള്ള് കട്ടിയുള്ള മുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ മുള്ളൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വയറിൻ്റെ ഭാഗത്തുള്ള മുള്ളൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആ മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള മുള്ളും അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു സൈഡ് കട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് അടുത്ത സൈഡ് കൂടെ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മീനിൽ ഒരു അരിമ്പ് പോലെ ഒരു ഇതുണ്ട് കേട്ടോ. നമുക്ക് ചെള്ളൊന്നുമില്ല ഈ മീനിൽ. ഇങ്ങനെ ചെത്തി എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇങ്ങനെ ഇതൊന്ന് ഇളകി വരുന്നുണ്ട്, കണ്ടില്ലേ. നമുക്കതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തും കുറുക്കിൻ്റെ ഭാഗത്തും ഇതേപോലെ തന്നെ ഉണ്ട്. നമുക്കിങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് നല്ല ഈസി ആയിട്ടൊന്ന് ഇളകി വരുന്നുണ്ട്, കണ്ടില്ലേ. അതിന് ശേഷം നമുക്ക് ഈ മീനിൽ ചെറിയ ചുണ്ണാമ്പിൻ്റെ ഇതുണ്ട് കേട്ടോ. എല്ലാ മീനും അങ്ങനെ കാണില്ല, ഞാൻ ചുമ്മാ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതേപോലെ എല്ലാ സൈഡും ഒന്നും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പോകാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ തനിയെ. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ നോക്കിയപ്പോഴത്തേക്കും നല്ല മീനിൻ്റെ പരുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ പരുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മീനിൽ. നമുക്ക് അതിൻ്റെ കുടലെല്ലായിട്ട് വലിച്ചെടുത്ത സമയത്ത് പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അതിന് മുമ്പേത്തേക്ക് അവിടെ ഒരു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുമ്പം പൊട്ടാതെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുത്തത്. പക്ഷേ പൊട്ടിപ്പോയിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ മീനിൻ്റെ ഇത് വന്ന് പരുവിന് ഒട്ടി പിടിച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീനിൻ്റെ കൂട്ടത്ത്. അപ്പം എത്ര എടുത്തിട്ടും വന്നില്ല കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ പൂച്ചയാണെങ്കിൽ ഇരുന്ന് കരഞ്ഞിട്ടിരിക്കണം കേട്ടോ. അതിന് എന്തെങ്കിലും തായോ എന്ന് കേട്ടിട്ട് മീനിൻ്റെ വേസ്റ്റ് ഇട്ട സമയത്ത് അതിനെന്തോ കൊല്ലാൻ വരുന്ന പോലെ പേടിച്ച് ഓടിക്കളഞ്ഞത്. നമുക്ക് അതിന് ശേഷം നമുക്ക് മീനിൻ്റെ ബ്ലഡൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം മീനിൻ്റെ വയറൊന്ന് കട്ട് ചെയ്ത് തനിയെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. മീനിൻ്റെ വയറൊന്ന് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പരുവൊക്കെ ഒന്ന് പൊട്ടാതെ വരാനായിട്ടാണ് കേട്ടോ അങ്ങനെ എടുത്തത്. അല്ലെങ്കിൽ പിച്ച തേച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പരുവൊക്കെ വീണ്ടും കട്ടായി പോയാലോ വിചാരിച്ചിട്ട്. കണ്ടില്ലേ, ഇത്രയും മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനിൻ്റെ മുട്ടയെന്നും പരുവെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നേ, കണ്ടില്ലേ, ഇത്രയ്ക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് മീൻ വന്നിട്ട് മുള്ള് തനിയെ മാറ്റി വെച്ചിട്ട് തനിയെ നമുക്ക് കീറി ഇറക്കില്ലേ, അതേപോലെ നമുക്കൊന്ന് അറുത്തെടുക്കാവേ. ഇത് മറ്റേ ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു പീസോടെ കട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് മുള്ള് മാറ്റിയിട്ട് ഞാനിത് അങ്ങനെ തല കട്ട് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ നേരെ പകുതിയായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡ് മുള്ള് മാറ്റി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ സൈഡ് ഇതേപോലെ മീൻ മാത്രം തനിയെ എടുക്കാം. മുള്ള് തനിയെ മീൻ തനിയായിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതേപോലെ നമുക്കൊന്ന് കീറി അരിഞ്ഞു കൊടുക്കാം കേട്ടോ. നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കീറി ഇങ്ങനെ അറുത്തെടുക്കുന്നുണ്ട് കേട്ടോ മീൻ. പൊരിക്കാനൊക്കെ ആണെങ്കിൽ ഞാനാണെങ്കിൽ ചെറിയ പീസായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. വലിയ ചൂര മീനൊക്കെ ആകുമ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കറി വയ്ക്കാനായാലും പൊരിക്കാനായാലും അങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. കണ്ടില്ല, നമുക്ക് അപ്പോൾ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുള്ള് തനിയെ ഇങ്ങനെ കറി വയ്ക്കാം കേട്ടോ. തലയും മുള്ളും തനിയെ കറി വയ്ക്കില്ലേ, തലയും മുള്ളും തനിയെ മീൻ തനിയെ അങ്ങനെ കറി വയ്ക്കാനായിട്ടോ. കണ്ടില്ല, നമുക്ക് ഇതേപോലെ മീൻ ഇങ്ങനെ കീറി അറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നിന്ന് എല്ലാ മീനും ഇങ്ങനെ കട്ട് ചെയ്ത് വച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം. പൊരിക്കാനായിട്ടും കൊള്ളാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും, ചെറിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത്. കണ്ടില്ലേ, നന്നായിട്ടിരിക്കട്ടെ. നമുക്ക് ചൂര അച്ചാറൊക്കെ ഇടാനായിട്ട് നല്ല ചൂരയാണ് കേട്ടോ ഇത്. ചൂര അച്ചാറൊക്കെ ഇടാൻ അപ്പോൾ ഞാൻ കുറച്ച് മീനെടുത്ത് അച്ചാറിടാൻ വിചാരിച്ചു. അതാണ് ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. കറി വയ്ക്കാനാണെങ്കിൽ കുറച്ചുകൂടെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മീൻ അച്ചാറിട്ട് കുറച്ച് മീൻ കറി വയ്ക്കാനായിട്ടൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ.
അച്ചാറിടുമ്പോൾ നമുക്ക് ചെറിയ പീസായിട്ടാണല്ലോ കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലേ, നമുക്ക് അച്ചാറിടുമ്പോഴത്തേക്കും പക്ഷേ ഇതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ നന്നായിട്ട് എടുക്കുന്നത്. മീൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ മുള്ളപ്പം തനിയെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി മുള്ളും കൂടെ തനിയെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചൂരമീൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ചൂരമീൻ എല്ലാവർക്കും ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ? ചൂരമീൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അപ്പോൾ ചൂരമീൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മക്കൾക്ക്, എൻ്റെ മക്കൾക്കാണെങ്കിൽ ചൂരമീനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് പൊരിച്ച് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്, കറി വയ്ക്കാൻ നല്ല ഇഷ്ടമാണ്. കറി വെച്ച് കഴിക്കണതും. ദേ നമ്മുടെ മീൻ കട്ടിങ് ഇവിടെ തീരാറായിട്ടുണ്ട് കേട്ടോ. മുള്ള് ഭാഗം കട്ട് ചെയ്യാനാണ് ഒത്തൊരു പാടായിട്ടുള്ളത്. പിച്ചാത്തിക്ക് മൂർച്ച കുറവായിട്ടുണ്ടോയെന്ന് കണ്ടില്ലേ? നമ്മുടെ മീൻ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ